സാർ, തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ ഒരു ദിവസം ജയിലിൽ കിടന്നു. ശരിക്കും പറഞ്ഞാൽ ആന്ധ്രയിലെയും തെലുങ്കിലെയും രാഷ്ട്രീയം, രണ്ട് സംസ്ഥാനങ്ങൾ തെലങ്കാനയിലെയും രാഷ്ട്രീയം തമ്മിലുള്ള പ്രശ്നമാണ്. ഇവിടെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി പറയുന്നു, നിയമത്തിൻ്റെ വഴിക്ക് പോയി, പോലീസ് അവരുടെ ജോലി ചെയ്തു. ഫലം അല്ലു അർജുൻ ജയിലിൽ കിടക്കേണ്ടത്. അപ്പോൾ അല്ലു അർജുൻ രേവന്ത് റെഡ്ഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊന്നും സജീവമായി പങ്കെടുത്തില്ല, ഒപ്പം വിരുദ്ധ കക്ഷി നിലകൊള്ളുകയും ചെയ്തു. ഒരു പകവീട്ടിലാണ് ഇത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ വിഷയം ഒന്ന് എടുത്തു നോക്കുക. അല്ലു അർജുൻ്റെ ഇവിടെ പുഷ്പ 2 അതിൻ്റെ പ്രദർശനം, പ്രീമിയർ പ്രദർശനം 48 മണിക്കൂറിന് മുമ്പ് സന്ധ്യ തിയേറ്റർ, അവിടെയാണത് പ്രദർശിപ്പിക്കുന്നത്. അവർ അവിടുത്തെ പോലീസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് വ്യക്തമായിട്ട് കത്ത് കൊടുത്തു, താരങ്ങളും നായികമാരും ഒക്കെ ഇതിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ക്രൗഡിനെ നിയന്ത്രിക്കാനായിട്ട് നടപടി സ്വീകരിക്കണം. അപ്പോൾ അതിനകത്തെ പുഷ്പ 2 നായകനും മറ്റുള്ളവർ ആരാണെന്നുള്ളത് എടുത്തു വരേണ്ട ആവശ്യം പോലും ഇല്ല. അതെ. പക്ഷേ അവിടെ ക്രൗഡിനെ നിയന്ത്രിക്കാൻ സംവിധാനം ഉണ്ടായില്ല. അവിടെ 2 ചെറിയ കുട്ടികളുടെ അമ്മയായ ഒരു യുവതി, 35-39 വയസ്സ്, അവർ രേവതി അവിടെ മരിക്കുന്നു. ഇത് 4-ാം തീയതി സംഭവിക്കുന്നു. 2-ാം തീയതി സന്ധ്യ തിയേറ്ററിൽ കത്ത് കൊടുക്കുന്നു. ഇന്ന് 14 തീയതി, ഇന്നലെ 13-ാം തീയതിയാണ്. ഇന്നലെ 13-ാം തീയതി എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. ഇന്ന് സാറ്റർഡേ, സൺഡേ, സെക്കൻഡ് സാറ്റർഡേ ആണ്. വെള്ളിയാഴ്ച അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിനകത്തുള്ള സംഗതി. ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പം പാർലമെൻറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം മുതൽ ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഭരണഘടന എന്നുള്ള പുസ്തകമാണ്. അതെ. ഭരണഘടന എന്ന് പറയുന്നത് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ആ പുസ്തകമല്ല, അതൊരു വിഗ്രഹാരാധനയുടെ മറ്റൊരു രൂപം. വിഗ്രഹാരാധന അല്ല നമുക്ക് വേണ്ടത്. ഭരണഘടനയുടെ പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഭരണഘടന പ്രയോഗത്തിൽ വരുമ്പോഴാണ് അത് ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുക. ജനങ്ങൾക്ക് ഭരണഘടന അനുഭവവേദ്യമാകുന്നത് പ്രയോഗത്തിൽ വരുമ്പോഴാണ്. സാങ്കേതികത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭരണഘടനയെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഭരണാധികാരികളെല്ലാം, രേവന്ത് റെഡ്ഡി മാത്രമല്ല, അത് BJP സർക്കാരാണെങ്കിലും കോൺഗ്രസ് സർക്കാരാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും കേരളത്തിലെ പിണറായി സർക്കാരാണെങ്കിലും എല്ലാവരും ഇതിൻ്റെ സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. അതേസമയത്ത് ഇതിനെ എന്താ പറയുക, സത്യത്തിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അത്തരം രീതിയിലാണ് ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കണ്ട സംഗതി അതാണ്. ഇതിപ്പോൾ പുഷ്പ 2 സിനിമ ഞാൻ കണ്ടില്ല. ആ പുഷ്പ 2 പ്രമേയം ഇതൊരു പ്രോ ഹിന്ദു ആണ് എന്ന് പറയുന്നുണ്ട് സാർ. അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെ ഈ സിനിമ സക്സസ് ആയതിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അല്ലു അർജുൻ എന്ന സൂപ്പർ സ്റ്റാർ അവിടെ നന്ദി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വളരെ പേരെടുത്ത് പറഞ്ഞപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ പേര് പറയുന്നില്ല എന്നൊക്കെ കേട്ടു. അതോടൊപ്പം തന്നെ ഇതൊരു പ്രോ ഹിന്ദു ആവുന്ന സമയത്ത് ആ പ്രോ ഹിന്ദു സിനിമയിലെ നായകനെ ഒന്ന് പിടിച്ച് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കൾ, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു നോക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ മെയിൻ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ മാധ്യമത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. വിശേഷിച്ചും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പ്രാദേശിക തലത്തിൽ ജനങ്ങളെ മീറ്റ് ചെയ്യുകയോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയോ അതിൽ അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടല്ല ഈ BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. BJPക്ക് അവരുടെ സംവിധാനമുണ്ട്. അവരുടെ ഉദാഹരണത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ കണ്ടത്. അവർക്ക് പാർലമെൻറ്റ് ഇലക്ഷൻ പോയി. അതിനുശേഷം അവർ താഴെക്കെട്ടുള്ള ഓരോ വോട്ടറേയും അവരുടെ, ഇപ്പോൾ RSSൻ്റെ ആണെങ്കിലും BJPയുടെ പ്രവർത്തകരാണെങ്കിലും വളരെ വ്യക്തമായിട്ട് പോയി കണ്ടു. അവർ പണിഞ്ഞു, ഇവർ ജയിച്ചോളും എന്നുള്ള ധാരണയിരുന്നു. അപ്പോൾ ശക്തമായി തിരിച്ചുവരവ് നടത്തിയെന്ന് പറയാം അല്ലേ? അല്ല, അവിടെ അതിനെ സംഭവിച്ചു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ മീഡിയയെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ഗിമ്മിക്കുകൾ കാണിക്കുക, ഓരോ സൂത്രപ്പണികൾ കാണിക്കുക, എന്നിട്ട് അതിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു കയറ്റുക, അതിലൂടെ തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ അല്പബുദ്ധികളാണ്. ഇതിപ്പം കോൺഗ്രസിന് മാത്രമല്ല, ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പം ഞാനിപ്പോൾ അത്യാവശ്യം ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലൂടെ റോഡ് മാർഗ്ഗമൊക്കെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇവിടെ ഇവിടെ എല്ലായിടത്തും നമ്മൾ കാണുന്നത്, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുസ്ലിങ്ങൾ വളരെ ദുരിതപൂർണമായ രീതിയിൽ താമസിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്, അതേപോലെ മറ്റുള്ള വിഭാഗങ്ങളും. പക്ഷേ എവിടെയും നമുക്ക് പ്രകടമായിട്ട് ഒരു സാമുദായിക സ്പർദ്ധയോ
അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിൽ തല്ലൊന്നും നമ്മൾ കാണാൻ പറ്റുന്നില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ഈ മുസ്ലിമിൻ്റെ ആണെങ്കിലും ഹിന്ദുവിൻ്റെ ആണെങ്കിലും ഒരു പരസ്പരം വരുന്ന അപ്പുറവും ഇപ്പുറവും കച്ചവടം നടത്തുകയും കൊടുക്കൽ വാങ്ങൽ നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മീഡിയയിലേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരാണെങ്കിലും കേരളത്തിലേക്ക് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന കക്ഷികളാണ്. സെക്യുലറിസ്റ്റുകളിൽ നിന്ന് ഒരു അവകാശപ്പെടുകയും പുരോഗമന വീക്ഷണം തുടരുന്നൊക്കെ ചെയ്യുന്നൊക്കെ പറയുമെങ്കിലും ഇവരെല്ലാം ചെയ്യുന്നത് ഈ കമ്മ്യൂണൽ വിഷയം എടുത്തിട്ട് ഇങ്ങനെ കൈകാരിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദു മതത്തിൻ്റെ ആണെങ്കിലും മുസ്ലിം മതത്തിൻ്റെ ആണെങ്കിലും പ്രധാനമായിട്ട് അത് തന്നെയാണല്ലോ. ഈ കൈകാര്യം ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിക്ക് എന്താണ് ഹിന്ദു മതം എന്നുള്ളതും എന്താണ് ഇസ്ലാം മതം എന്നുള്ളതും രണ്ടും അറിയില്ല. അറിയാത്ത ഒരു കാര്യത്തിനെക്കുറിച്ച് അതോറിറ്റിയാണെന്നുള്ള നിലയിലാണ് ഈ സംസാരിക്കുകയും എടുത്തിട്ട് കളിക്കുകയും ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾക്കാണെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾക്കാണെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈക്കി എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് നല്ല ഉറച്ച വിശ്വാസമായിരുന്നു BJPക്ക്. പ്രതിപക്ഷത്തിനും ആ വിശ്വാസം ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾക്കും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് റിസൾട്ട് കണ്ടല്ലോ. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് അവർക്ക് UP നടത്താമായിരുന്നു. അതെ, നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോരോ നമ്മൾ പരാജയപ്പെടുമ്പോൾ അതിന് കാരണം കണ്ടെത്തുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പരാജയം അതാണ്. യഥാർത്ഥ കാരണം അവർ കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് BJPക്ക് ആ ഒരു തിരിച്ചടി നേരിട്ടത്? അവിടെയാണ് ഈ ഇന്ത്യൻ സൈക്യ തിരിച്ചടിയുന്നത്. നമ്മുടെ UP ആണെങ്കിലും മറ്റ് ബീഹാറിലാണെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എഴുത്തും വായന അറിയാത്ത ആൾക്കാർ തന്നെയാണ് കൂടുതലും ഇപ്പോൾ. അതെ. പക്ഷേ അതേ സമയത്ത് ഈ രാജ്യത്തിനൊരു കൾച്ചറുണ്ട്. അത് അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് കിടക്കുന്ന സാധനമാണ്. അതിനൊരു പക്ഷേ ഒരുപാട് കാരണങ്ങളുണ്ട്. അത്തരം കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ശരിക്കും സമൂഹത്തിനെയും മനുഷ്യനെയൊക്കെ മനസ്സിലാക്കുന്നത്. ഗാന്ധിജി അത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ആ ഗാന്ധിജിക്ക് ഇന്ത്യൻ ജനതയെ അന്നീ ഒന്ന് ആലോചിച്ച് നോക്കുക, പത്രങ്ങൾ പോലും ഇല്ലാത്ത കാലമാണ്. അതെ, ഉണ്ടെങ്കിലും വളരെ വിരളമാണ്. എഴുത്തും വായന അറിയാത്ത ആൾക്കാരാണ്. എന്നിട്ടും ഗാന്ധിജി എന്തുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തെ സ്പർശിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാർ നമ്മുടെ കോൺഗ്രസ് നേതൃത്വം വളരെ പണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റാതായപ്പോൻ്റെ ഒരു അപജയമാണ് അവർ നേരിടുന്നത്. ഇതേ അവസ്ഥ തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ ഈ രേവന്ത് റെഡ്ഡിയും കാണിച്ചത്? അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന അതിലേക്കാണ് വരുന്നത്, ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ UP ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഇറക്കി വിട്ടു. അദ്ദേഹം പെട്ടിയും വായു എല്ലാം പറക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഇന്ത്യൻ ജനത കാണുന്നു. ഇതൊന്നും സാധാരണ എഴുത്തും വായന അറിയാൻ ഇന്ത്യൻ ജനതയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൊണ്ടല്ല അത്യാവശ്യം 199 സീറ്റ് ഇപ്രാവശ്യം കിട്ടിയത്. രാഹുൽ ഗാന്ധി കുറച്ച് വർക്ക് ചെയ്തുള്ള സത്യമാണ്. പക്ഷേ എങ്കിലും BJPയോടുള്ള ഒരു പ്രതിഷേധവും അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെയും അധികാരത്തിൻ്റെ ഒരു ധാർഷ്ട്യം കാണിക്കുന്നതിനുള്ള മറുപടിയാണ് ഈ ഇത്രയും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പോലും BJP. ഇത് ഇന്ത്യൻ സൈക്കിളുടെ പ്രത്യേകത. ഇത് അതിസൂക്ഷ്മമായി കിടക്കുന്നൊരു സംഗതിയാണ്. ഇത് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിങ്ങൾക്ക് പ്രീതി കിട്ടുന്ന, അതായത് ഒരു ഹിന്ദുവിന് 2 അടി കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിമിന് സുഖം കിട്ടുമെന്നും മുസ്ലിമിന് 2 അടി കൊടുത്താൽ ഹിന്ദുവിന് സുഖം കിട്ടുമെന്നുള്ള അല്പബുദ്ധികളുണ്ടല്ലോ. ഈ ബുദ്ധികളുണ്ട് രാഷ്ട്രീയം കളിക്കുന്നതിൻ്റെ ഇതാണ് അവിടെ തെലുങ്കാനയിൽ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഒരു പ്രോ ഹിന്ദു തീമുള്ള ഒരു സിനിമയിൽ അല്ലു അർജുൻ സൂപ്പർ ഹീറോ, അദ്ദേഹത്തിൻ്റെ ഈ സിനിമ വളരെ ഇതാവുന്നു. ഇത് ഹൈന്ദവവൽക്കരണത്തിനോ അല്ലെങ്കിൽ BJPക്കോ ഒക്കെ ഇത് വളരെ ഗുണം ചെയ്യും എന്നൊരു ധാരണ വരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ അതിനൊന്ന് ഒരടി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവട്ടെ എന്ന് കരുതി തന്നെ ആയിരിക്കും അവിടെ സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്യാറുന്നത്. അതല്ലെങ്കിൽ 48 മണിക്കൂറിന് മുമ്പ് കത്ത് കിട്ടിയിട്ടത് ചെയ്യേണ്ടതല്ലേ. അതെ, മാത്രമല്ല പോലീസ് അവിടെ ലാത്തിചാർജ് നടത്തി. അപ്പോൾ അതിനകത്ത് നിന്ന് കാണേണ്ടത് ഈ രേവതിയാണ് കാണേണ്ടത്. ഈ രേവതി എന്ന് പറയുന്നത് ഞാനും സിനിജുടെയൊക്കെ പ്രതിനിധിയാണ്. അതെ, മനസ്സിലായില്ലേ? ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയ കളിയുടെ ഇരയായി മാറുന്നത് ഈ സാധാരണ ഇതുപോലുള്ളൊരു സ്ത്രീകളെന്ന് സാധാരണ മനുഷ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം 2 കുട്ടികളുടെ അവസ്ഥ. ആ കുട്ടികളുടെയും ആ സ്ത്രീയുടെയും അവരുടെ ഭർത്താവിൻ്റെയൊക്കെ അവസ്ഥയാണ് സാധാരണ ജനങ്ങൾ ഇത്തരം രാഷ്ട്രീയം കൊണ്ട് അനുഭവിക്കുന്നത്. അവിടെ നമ്മൾ കാണേണ്ട ഒരു സൂക്ഷ്മ വിഷയം ഇതാണ്. അപ്പോൾ അവിടെ എന്നിട്ട് ഈ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത് അല്ലു അർജുനെ പിടിച്ച് 2 ദിവസം 3 ദിവസം ജയിലിലിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സുഖം മറ്റൊരു വിഭാഗത്തിന് കിട്ടും. ആ സുഖം നമുക്ക് വോട്ടാക്കി ഇനി മാറ്റാം. ഇങ്ങനെയുള്ള ഒരു ഹീറോ കളിക്കാനുള്ള ഒരു ശ്രമമാണ് രേവന്ത് റെഡ്ഡി നടത്തിയത്.
ഉദാഹരണത്തിന് റേവന്ത് റെഡ്ഡി നാളെ പോകുന്നൊരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഇതുപോലെ അല്ലു അർജുനെ കാണാൻ വരുന്നത് പോലെ ആൾക്കാർ ഭ്രാന്തമായിട്ട് വരുമെന്ന് എനിക്കറിയില്ല. വന്നുവെന്നിരിക്കട്ടെ, വന്ന് അവിടെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായെന്നിരിക്കും, ഇതുപോലെ തിക്കും തിരക്കും ഉണ്ടായി, ലാത്തി ചാർജ് ഉണ്ടായി, ഒരു അടിയുണ്ടായി, 1-2 പേര് മരിക്കുമെന്നായിരിക്കട്ടെ, റേവന്ത് റെഡ്ഡി അറസ്റ്റ് ചെയ്യും? അതൊരു പ്രധാന ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. എത്രയോ സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അതെ. അത് മാത്രമല്ല, ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ, ഇപ്പം കീഴ്ക്കോടതി ഇദ്ദേഹത്തിന് പിന്നെ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ ഹൈക്കോടതി അനുവദിച്ചു. അതെ. ഹൈക്കോടതി വെച്ച് ഇദ്ദേഹം ഒരു പൗരനല്ലേ, ഇദ്ദേഹത്തിൻ്റെതായ ഒരു അവകാശമില്ലേ, ഒരു തിയേറ്ററിൽ പോകാനുള്ള അവകാശമില്ലേ? അപ്പോൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, അവിടെയാണ് ഭരണഘടനയുടെ ഒരു ഭംഗി കാണേണ്ട സാധനം. ഒരു ഭരണഘടനയുടെ ദുരുപയോഗവും ഭരണഘടനയുടെ ഭംഗിയുമാണ് ശരിക്കും ഈ ഈ അറസ്റ്റും അതോടൊപ്പം ഇന്നലത്തെ ജാമ്യത്തിലൂടെ നമ്മൾ കാണുന്ന സാധനം. അപ്പോൾ ഇവിടെ എന്നിട്ടും ഒരു ദിവസം അവിടെ കിടത്തി. അതെ, ഒരു രാത്രി കിടത്തി. അതിൻ്റെ കാരണം എന്താ? അവിടെ ഫാൻസ് പുറത്തോണ്ട് വലിയ ബഹളം വിട്ട പ്രശ്നമാണ്. പിന്നെ ഓർഡർ വരാൻ വൈകി. അപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലാം കാണുന്നത് ഈ രാഷ്ട്രീയമാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു ഗിമ്മിക്കുകളാണ്, അല്ലെങ്കിൽ ഈ സൂത്രപ്പണികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തെയും, മാത്രവുമല്ല BJPക്ക് പ്രത്യേകിച്ച് അധികം ഒന്നും ചെയ്യാതെ വളരാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുന്നതും കോൺഗ്രസ്സാണ്. അതെ. ഉദാഹരണത്തിന് അല്ലു അർജുനെ തള്ളി കൊണ്ടുപോയി ഒരു ഭാഗത്തേക്കാക്കിയില്ലേ, അല്ലേ? അതെ. ഉദാഹരണത്തിന് കേരളത്തിലൊക്കെ അല്ലു അർജുൻ ഒരുപാട് ആരാധകരൊക്കെയുള്ള സ്ഥലമാണ്. വിശേഷിച്ചും ഇപ്പോൾ ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഈ അല്ലു അർജുൻ്റെ കട്ടൗട്ടൊക്കെ ഇരിക്കുന്നത് അന്ന് മലയാളം. അതെ. പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് കണ്ടുകൊണ്ടിരിക്കാനുള്ള സാധനം. അപ്പോൾ പക്ഷേ അതുപോലെയല്ല അവരുടെ ഇപ്പോൾ തെലുങ്കൻ്റെ ഒരു പിന്നെ ആസ്വാദന ശേഷിയും അവൻ്റെ സെൻസിറ്റിവിറ്റിയും ഒക്കെ ഡിഫറൻ്റ് ആണ് നമ്മളിൽ നിന്നൊക്കെ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന സാധനമാണ്. ഇതിനാണ് പോലീസും സംവിധാനവും, പോലീസിന് ഇൻ്റലിജൻസ് സംവിധാനവും ഒക്കെ ഇതാണ്. അല്ലു അർജുൻ പങ്കെടുക്കുന്ന ഒരു ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ തിയേറ്ററിൽ വരുന്ന അവിടെ ആരാധകരായിരിക്കും വരുന്നത്, അല്ലേ? അതെ. ആരാധകരുടെ ഒരു സ്വഭാവം പ്രത്യേകിച്ച് എവിടെയാണെങ്കിലും കേരളം ഒഴിച്ച് ബാക്കിയൊക്കെ അറിയാം. അതെ. കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇരയാണ്. ഇത് ആർക്കും ഇത് എല്ലാ രീതിയിലും നമ്മളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഓരോ നിമിഷങ്ങളുടെ കഥകളാണ് നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങളിൽ കേട്ടുകൊണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അല്ലേ, അതിപ്പം പിന്നെ മോഡി ഗവൺമെൻറ്, കഴിഞ്ഞ രണ്ടാം മോഡി ഗവൺമെൻറ് കാലത്താണെങ്കിൽ നമ്മളത് കണ്ടാണ് ED പോയി അന്വേഷിക്കുന്ന സാധനം. ഇതെല്ലാം ഈ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് അത് ദുരുപയോഗം ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ ഭരണഘടനയെ ദുരുപയോഗം ചെയ്യുന്നത്. അത് നമ്മൾ ഭരണഘടനയുടെ പിന്നെ ഈ പുസ്തകം പൊക്കിപ്പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് നേതൃത്വം ഉണ്ടെങ്കിൽ രാജീവ് ഗാന്ധി വന്ന് പറയുകയാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്തത് ശരിയായില്ല, അല്ലേ? അത് പറഞ്ഞ് അവിടെയാണ് കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ ഈ ജനങ്ങളുടെ പിന്തുണ അവിടെയാണ് കിട്ടുന്നത്. അവിടെയാണ് നേതൃത്വം ഒരു പാർട്ടിക്കുണ്ടെന്ന് അറിയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ചന്ദ്രബാബു നായിഡുവിനെ എങ്ങനെയെങ്കിലും ഈ ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ രേവന്ത് റെഡ്ഡി കുറച്ച് നാളായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. ആന്ധ്രയിലെ തന്നെ ഉപമുഖ്യമന്ത്രിയായ കല്യാൺ എന്ന് പറയുന്നത് പവൻ കല്യാണിന് ഈ അല്ലു അർജുൻ്റെ അടുത്ത ബന്ധുവാണ്. ഒപ്പം ഈ അല്ലു അർജുൻ്റെ ഭാര്യ സ്നേഹ റെഡ്ഡി, അവർ ഈ പറയുന്ന രേവന്ത് റെഡ്ഡിയുടെ അടുത്ത ബന്ധുവാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൽ കുറേ ബന്ധുക്കളുണ്ട്. അപ്പോൾ ആ മാനസികമായിട്ടുള്ള ഒരു പക ഒരു കിട്ടുന്ന അവസരത്തിൽ, സാർ നേരത്തെ പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തതിന് വലിയ ഒരു സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും മുന്നിൽ കിടക്കുകയാണെങ്കിൽ 3 ദിവസം ഇവൻ അകത്ത് കിടന്നോട്ടെ എന്നുള്ള. പക്ഷേ അതിന് ഫലമായിട്ട് എന്താ, അല്ലു അർജുന് നാളെ ഒരു രാഷ്ട്രീയ നേതാവായി മാറിയാലും തീർച്ചയായിട്ടും അയാളെ സൂപ്പർ സ്റ്റാർ അല്ല, സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിക്കളഞ്ഞു. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള അല്പബുദ്ധികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആലോചിച്ച് നോക്കുക, അല്ലു അർജുൻ്റെ രാഷ്ട്രീയ ബോധം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളുടെ വെച്ചൊന്നും എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥകളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാളെ അല്ലു അർജുൻ വന്ന് നാളെ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിശയിക്കാനില്ല. അപ്പോൾ ഒരു ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിശാലിയും പിന്നെ ഹൃദയവുമുള്ള ഒരു വ്യക്തിയായിരിക്കണം രാഷ്ട്രീയത്തിലേക്ക് കയറുന്നു വരുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് ഒരു നാളെ എങ്ങനെയാണ് ഈ സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെ, സിനിമാ താരങ്ങൾ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന സിനിമാ താരങ്ങളെല്ലാം ഏത് മേഖലയുള്ളവർക്കും വരാവുന്നതാണ്. പക്ഷെ നാളെ അല്ലു അർജുൻ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അതിശയിക്കാനില്ല. അപ്പോൾ ഇങ്ങനെയാണ് നേതാക്കന്മാരെയും മന്ത്രിമാരെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിണറായി സർക്കാർ പിടിച്ച് അടിയൊക്കെ കൊടുത്തിട്ട് ജയിലിലിട്ടു. രാഹുലിന്റെ നേതാവാക്കി കൊടുത്തു. ഇത്ര അറിയത്തില്ലായിരുന്നല്ലോ. അതിനു മുമ്പ് രാഹുൽ നല്ല നേതാവ്, ഒരു നല്ല യുവാവ് തന്നെയാണ്.
പക്ഷേ അവിടെയും കൂടുതൽ രാഹുലിനാണ് അനുകൂല ഘടകത്തെ ഉണ്ടാക്കി കൊടുത്തത് സൃഷ്ടിക്കുന്നത്. പക്ഷേ ഏതോ അല്പബുദ്ധിക്ക് തോന്നി 2 അടിയും കൊടുത്ത് ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സുഖം. അപ്പൊ ഈ അല്പബുദ്ധികൾ രാഷ്ട്രീയത്തിൽ വരുന്നതാണ് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രശ്നം വരുന്നത്. അവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിന്റെ തുടർ ചലനങ്ങൾ ഇനിയും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പില്ല. ഇനിയിപ്പോൾ ആന്ധ്ര പൊളിറ്റിക്സ് ആന്ധ്രയല്ല, ആന്ധ്രയിലെയും പൊളിറ്റിക്സ് മാറുന്നത് നോക്കണം. തെലങ്കാനയിൽ വിശേഷിച്ചു. കാരണം BRS ഇപ്പോൾ അല്ലു അർജുനന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വന്നിട്ടുണ്ട്, വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ നാളെ ഇനി BRS അങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ ഒരു നിസ്സാരമായ ഒരു സംഭവം. ആ ഒരു സെക്യൂരിറ്റി തെലങ്കാന പോലീസിന് അവിടെ ഒരു ക്രൗഡിനെ നിയന്ത്രിക്കാനുള്ള ശേഷി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം അല്ലേ? അത് ചെയ്തിരുന്നെങ്കിൽ ആ പാവം ഒരു സ്ത്രീയും 2 കുട്ടികളുടെ അമ്മയൊന്നും അവരുടെയൊക്കെ അവസ്ഥ മാറില്ലായിരുന്നു സാർ. അപ്പോൾ എന്തായാലും ഇതിന്റെ തുടർ ചലനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.